എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ക്രിസ്മസ് വരവായി. അപ്പോൾ നമുക്ക് പുൽക്കൂടും ട്രീയൊക്കെ ഇടണ്ടേ, അതിനു വേണ്ടിയുള്ള ഒരുക്കങ്ങളൊക്കെയായിരുന്നു. അതിൻ്റെ ചെറിയ വിശേഷങ്ങളാണ് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. അപ്പം നമ്മൾ എല്ലാ പ്രാവശ്യത്തെ പോലെ നമ്മൾ ട്രീ മേടിക്കുകയല്ല, നമ്മൾ വീട്ടിൽ തന്നെ റെഡിയാക്കുകയാണ് ചെയ്തത്. ഓരോ പ്രാവശ്യം ഒരു വെറൈറ്റി ആയിക്കോട്ടെ എന്ന് വെച്ചിട്ട് ഈ പ്രാവശ്യം വിജയനാണെങ്കിൽ പറഞ്ഞു സ്റ്റൂളിൽ നമുക്ക് ട്രീ ചെയ്യാമെന്ന് പറഞ്ഞു. സ്റ്റൂളും ഒരു 3 കമ്പും ഉണ്ടെങ്കിൽ അടിപൊളി ട്രീ ആണെങ്കിൽ റെഡിയാണ്. അപ്പം നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാനാണെങ്കിൽ ഇഷ്ടമൊക്കെ ഉള്ളവർക്കൊക്കെ ആണെങ്കിൽ, ചിലർക്കാണെങ്കിൽ നമ്മൾ പെട്ടെന്ന് നമുക്ക് റെഡിമെയ്ഡ് നമുക്ക് മേടിക്കാൻ കിട്ടും. ഇപ്പം മേടിക്കാൻ കിട്ടാത്തതായിട്ടൊന്നുമില്ല, പക്ഷേ അത് നമ്മൾ വീട്ടിൽ നമ്മൾ സ്വയം ഇങ്ങനെ ചെയ്തെടുക്കുമ്പം അതിന് സക്സസ് ആകുമ്പോൾ ഉള്ള ഒരു സാറ്റിസ്ഫാക്ഷൻ അത് ഒന്ന് വേറെ തന്നെ. അപ്പം പ്രത്യേകിച്ചാണെങ്കിൽ മക്കളൊക്കെ ആണെങ്കിൽ അവരത് കാണുമ്പം അവർക്കാണെങ്കിൽ അത് ഓക്കെ ആയിന്ന് ഉണ്ടാക്കുന്ന ആൾക്കാർക്കാണെങ്കിലും അത് ഓക്കെ ആയെന്ന് കാണുമ്പോൾ ഭയങ്കര സന്തോഷം. അതുപോലെ തന്നെ കണ്ടു നിൽക്കുന്നവരായാലും കൂടെ നിൽക്കുന്നവരായാലും കൂട്ടത്തിൽ നിൽക്കുന്നവർക്കാണെങ്കിലും അത് വലിയൊരു സന്തോഷമായിരിക്കും. അപ്പം നമ്മളായാലും പണ്ട് കാലത്തൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ, പണ്ട് മെയിനായിട്ട് വീട്ടിലൊക്കെ ആണെങ്കിൽ ട്രീ ഇടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പുളിയുടെ കമ്പുണ്ടല്ലോ, വാളം പുളിയുടെ കമ്പ് മുറിച്ചുകൊണ്ട് വന്നിട്ട് അതിലാണ് നമ്മൾ അത് അന്നൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ആണെങ്കിൽ ട്രീകളിലൊന്നും ബലൂണുകളൊന്നും കണ്ടിട്ടില്ല. അന്നൊക്കെ ആണെങ്കിൽ ബലൂണുകളായിരുന്നു മെയിനായിട്ടുള്ളൊരു താരം, ബലൂണ്. അതുപോലെ തന്നെയാണെങ്കിൽ ക്രിസ്മസ് കാർഡുകൾ അങ്ങനെയൊക്കെയായിരുന്നു. പിന്നെ കുറേ ആണെങ്കിൽ റിബണുകളാണെങ്കിൽ അതിങ്ങനെ തൂക്കിയിടുക, തോരണങ്ങൾ പോലെ അങ്ങനെ തൂക്കിയിടുക. അപ്പോൾ മക്കളൊക്കെ ആണെങ്കിലും മത്സരമല്ലേ, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് ആ ബലൂൺ അവിടെ കെട്ടിത്തൂക്കണം, ഇവിടെ കെട്ടിത്തൂക്കണം. അതുപോലെ സ്റ്റാർ, പിന്നെ ആണെങ്കിൽ വീട്ടിലൊക്കെ ഈ മുളയുടെ കമ്പ് കൊണ്ടൊക്കെ സ്റ്റാറൊക്കെ ആണെങ്കിൽ പപ്പ റെഡിയാക്കിയിട്ടുണ്ട്. അല്ലാതെ നമ്മൾ മേടിക്കാനാണെങ്കിൽ ഇതുപോലെ തന്നെ മേടിച്ചു വിടും. അതുപോലെ ഇങ്ങനെ റെഡിയാക്കുമ്പോൾ അതൊരു വേറെ വലിയ സന്തോഷമാണ്. ശരിക്കും ക്രിസ്മസ് ഒക്കെ വരുമ്പോഴത്തേന് ആ ഒരുക്കങ്ങളും കാര്യങ്ങളും മെയിനായിട്ട് ആദ്യമേ സ്റ്റാർ ഇടുന്നു, അത് കഴിഞ്ഞ് ട്രീ ഉണ്ടാക്കുന്നു. അങ്ങനെയൊക്കെ പുൽക്കൂടാണെങ്കിൽ അധികം ഞങ്ങൾ വീട്ടിലാണെങ്കിൽ ചെയ്തതായിട്ട് എനിക്ക് ഓർമ്മയില്ല. ട്രീയും അതുപോലെ സ്റ്റാറുമാണ് മെയിൻ താരങ്ങൾ. അപ്പോൾ ഇതുപോലെ ഒരു സ്റ്റൂളിലാണെങ്കിൽ 3 കമ്പ് വെച്ചിട്ട്, 4 കമ്പാണ് കമ്പ് വെച്ചിട്ട് ഇങ്ങനെ കെട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനകത്താണെങ്കിൽ ഒരു പേസ്റ്റ് ബോർഡൊക്കെ വെച്ചിട്ടാണ് ഇങ്ങനെ ചുറ്റിയത്, കാരണം അത് പോകാതിരിക്കാൻ വേണ്ടി. എളുപ്പമല്ല. ഇതുപോലെ ആണെങ്കിൽ കമ്പ് വെച്ച് ഇങ്ങനെ പ്ലാസ്റ്റർ വെച്ചിട്ടാണ് ചുറ്റിയത്. അത് കഴിഞ്ഞിട്ടാണെങ്കിൽ ഈ ഒരു റിബൺ ആണെങ്കിൽ ചുറ്റി. ഞങ്ങൾ ആദ്യമേ വേറെ ആണെങ്കിൽ ടൈപ്പുള്ള, പക്ഷേ ഈ ഒരു ടൈപ്പിലുള്ള റിബണാണ് കുറച്ചുകൂടെ നല്ലത് കേട്ടോ, കാണാൻ ഭംഗിയുള്ളതും. എനിക്ക് തോന്നുന്നു വീഡിയോയിൽ കാണുന്നതിനെക്കാട്ടി കൂടുതൽ നേരിട്ട് കാണാൻ ഇതിലും നല്ല ഭംഗിയുണ്ട്, നല്ലതാണ്. പിന്നെ ലൈറ്റ് വെയിറ്റ് ആണ്, നമുക്കാണെങ്കിൽ എവിടോട്ട് വേണേലും എടുത്തുകൊണ്ട് പോകാനൊക്കെ ആണെങ്കിൽ എളുപ്പമാണ്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ റെഡിയാക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ പഴയൊരു ഫാൻ ഉണ്ടായിരുന്നു. ആ ഫാനിൻ്റെ പുറം ഭാഗങ്ങൾ വെച്ചിട്ട്, ആ ഒരു കമ്പി പോലിരിക്കുന്ന ആ ഭാഗം വെച്ചിട്ടാണ്, അതും കമ്പും ഒക്കെ വെച്ചിട്ടാണ് നമ്മളത് ട്രീ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നത്. അത് കുറച്ചുകൂടി വലുതായിരുന്നു. അത് മാത്രമല്ല, അത് അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്ത് മാറ്റാൻ വേണ്ടി കുറച്ച് പാടായിരുന്നു. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ആണെങ്കിൽ അത് കഴിഞ്ഞപ്പോൾ ഞാനാണെങ്കിൽ പറഞ്ഞത് നമുക്ക് ഈ പ്രാവശ്യം ഇത് മാറ്റി പിടിക്കാം, അടുത്ത പ്രാവശ്യം നമുക്ക് വേറെ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അതെല്ലാം ഊരി മാറ്റി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് വെച്ചിട്ടാണെങ്കിൽ ഒരു വേറെ ആണെങ്കിൽ നമ്മൾ ഹാങ്കർ പോലെ തുണിയൊക്കെ തൂക്കിയിടാൻ വേണ്ടിയുള്ളൊരു സംഭവം റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് വേറൊരു വീഡിയോയിൽ കാണിച്ചു തരാമേ. ഞാൻ ഇതുപോലെ തന്നെ എല്ലാം ചുറ്റിയെടുക്കുകയാണ്. കുറച്ച് ഇതൊക്കെ ആണെങ്കിൽ ഈ ഒരു സെയിം റിബൺ തന്നെയാണ് കഴിഞ്ഞ വർഷം ചുറ്റിയിരുന്നത്. അപ്പം എല്ലാം ശരിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഒരുപാടാണെങ്കിൽ കുരുക്കുകൾ വീണിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ അതെല്ലാം ആണെങ്കിൽ ഇരുന്നിട്ട് എല്ലാം അയച്ചിട്ടാണ് ശരിയാക്കിയത്. അപ്പോൾ നമ്മളിത് കാണുമ്പോൾ പെട്ടെന്ന് നമ്മൾ റെഡിയാക്കി എന്ന് ഓർക്കും, പക്ഷേ ഇത് ചെയ്യാൻ എളുപ്പമാണ്. ഈ ഒരു റിബൺ കുരുക്കി ഞങ്ങളെ കുറച്ച് വലച്ചു എന്ന് പറയാം. അതാണെങ്കിൽ എല്ലാം കുരുക്കൊക്കെ എടുത്ത് എല്ലാം ചുറ്റിയെടുത്തു. അപ്പോൾ നിങ്ങൾക്കാണെങ്കിലും പഴയകാല ഓർമ്മകളൊക്കെ കാണുമല്ലോ ക്രിസ്മസ്. നമ്മളിപ്പോൾ ആണെങ്കിൽ എപ്പോഴും നമ്മൾ മറ്റുള്ളവരോട് പറയുന്ന സമയത്തും നമ്മളെപ്പോഴും നമ്മൾ പഴയ കാലത്തിലാണെങ്കിൽ നമ്മൾ അങ്ങനെ ചെയ്തു, ഇങ്ങനെ ചെയ്തു, അങ്ങനെ ആയിരുന്നു, ഇങ്ങനെ ആയിരുന്നു നമ്മുടെ മക്കളോടൊക്കെ പറഞ്ഞു കൊടുക്കാനാണെങ്കിലും നമുക്കിഷ്ടം അങ്ങനല്ലേ. അപ്പം നിങ്ങളുടെ പഴയകാല ഓർമ്മകളൊക്കെ ആണെങ്കിൽ പങ്കുവെക്കണം കേട്ടോ. നിങ്ങൾക്കതെങ്കിൽ മെസ്സേജായിട്ട് കമൻ്റായിട്ട് അറിയിക്കണം കേട്ടോ. അപ്പോൾ തന്നെ നമ്മുടെ ട്രീ തന്നെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടോ? ഇപ്പോൾ ഏകദേശം ഇപ്പം തന്നെ ചുറ്റിയപ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലായില്ലേ, അത്യാവശ്യം വലിപ്പമുള്ള, അത്യാവശ്യം നമുക്കാണെങ്കിൽ പറ്റുന്ന രീതിയിലുള്ള ഒരു ട്രീ ആണ്. പെട്ടെന്ന് റെഡിയാക്കി എടുക്കാം. നിങ്ങൾ കുറച്ച് സാധനങ്ങൾ ഇങ്ങനെ മേടിച്ചാൽ മതി. നമുക്ക് താഴെ ഏറ്റവും അടിയിലേക്കാണെങ്കിൽ ഈ ഒരു സെയിം റിബൺ ആണെങ്കിൽ തികഞ്ഞില്ലായിരുന്നു. അപ്പോൾ അതിന് പകരമായിട്ട്
വേറെ ഒരു സെയിം പച്ചയാണ്, പക്ഷേ വേറെ മോഡലിലുള്ള ഒരു റിബണാണ് അവിടെ ചുറ്റി വെച്ചിരിക്കുന്നത്. കണ്ടോ എന്ത് രസമാണെന്നറിയാമോ ഇത് കാണാൻ വേണ്ടി. ഏഞ്ചും ഏബലും കൂടെ തന്നെ ഉണ്ട്. അപ്പോൾ അവരാണെങ്കിൽ ഇത് എല്ലാം കണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അത് കഴിഞ്ഞ് പിന്നെ ട്രീയിലാണെങ്കിൽ കുറച്ച് ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ ചെയ്തതാണെങ്കിൽ ഇതൊന്നും ഞാൻ ഇരുന്നതൊന്നും ഞാൻ വീഡിയോ എടുത്തില്ല. അപ്പം കുറച്ചാണെങ്കിൽ ലെഡിയൊക്കെ ആണെങ്കിൽ ഇവിടെ ഇങ്ങനെ തൂക്കി കണ്ട് നമ്മുടെ ട്രീ ആണെങ്കിൽ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇഷ്ടപ്പെടുവാണെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുതേ. അപ്പം നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്ത് നോക്കാൻ ഇഷ്ടമുള്ളവരൊക്കെ ആണെങ്കിൽ സ്റ്റൂളൊക്കെ ആണെങ്കിൽ ഒരു ക്രിസ്മസ് ന്യൂ ഇയർ കഴിയുന്നതിനും വരെ എടുത്ത് നമ്മൾ ട്രീ ഉണ്ടാക്കിക്കോ. വീട്ടിലാണെങ്കിൽ ആരും വഴക്ക് പറയത്തില്ലെങ്കിൽ ട്രീ റെഡിയാക്കിക്കോ കേട്ടോ. പുൽക്കൂട്ടാണെങ്കിൽ നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട്. ഈ സ്റ്റാർ ചെയ്തത് ഏഞ്ചു ആണ് കേട്ടോ. ഏഞ്ചു ആണ് ഈ സ്റ്റാർ റെഡിയാക്കിയത്. പുൽക്കൂട്ടിലാണെങ്കിൽ നമ്മൾ പേപ്പർ പ്രിൻ്റ് എടുത്തിട്ട് ഒരു കാർഡ്ബോർഡിലാണെങ്കിൽ അത് ഒട്ടിച്ച് വെക്കുകയാണ് ചെയ്തത്. നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ അറിയിക്കണേ. നിങ്ങൾ വീട്ടിലൊക്കെ പുൽക്കൂടും അതുപോലെ തന്നെ ട്രീ ഒക്കെ റെഡിയാക്കിയോ, സ്റ്റാറൊക്കെ ഇട്ടോ? ഞങ്ങൾ സ്റ്റാറൊക്കെ ഇട്ടിട്ടുണ്ട്. സ്റ്റാറൊക്കെ ഇട്ടോ എന്നൊക്കെ ആണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. വളരെ എളുപ്പത്തിൽ റെഡിയാക്കാൻ പറ്റുന്ന ട്രീ ആണ്. നിങ്ങൾ കണ്ടല്ലോ, നമുക്ക് ഒരു സ്റ്റൂളും അതുപോലെ 4 കമ്പും ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ അതൊന്ന് ചുറ്റിയെടുത്തിട്ട് പിന്നെ ഈ ഒരു റിബൺ മേടിച്ചേച്ചാൽ മതി. നമുക്ക് പെട്ടെന്ന് തന്നെ അത് ചുറ്റിയെടുത്തേച്ചാൽ മതി. ബാക്കിയുള്ള കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇതിൽ തൂക്കിയിടാൻ പറ്റുന്ന ബെല്ലും സ്റ്റാറും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മേടിക്കാം. ഇല്ലെങ്കിൽ അധികം വിലയൊന്നും ആവത്തില്ലല്ലോ അത് മേടിക്കുന്നത്. ഇല്ലെങ്കിൽ നമുക്ക് സ്റ്റാറൊക്കെ നമുക്ക് റെഡിയാക്കി എടുക്കാവുന്നുള്ളൂ. ആ ഗിഫ്റ്റ് പോലെ ആണെങ്കിൽ ഇങ്ങനെ തൂക്കിയിട്ടേക്കുന്നൊക്കെ ആണെങ്കിൽ അത് നമുക്ക് റെഡിയാക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് കുറച്ച് മെനക്കെട്ട് നമ്മൾ ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിന് ഭയങ്കര സന്തോഷമാണ്. നമ്മളിപ്പോൾ ആണെങ്കിൽ ഒരെണ്ണം മേടിച്ച് നമ്മൾ വെച്ച് കഴിയുമ്പോഴത്തേന് അതിൽ കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷനേക്കാട്ടി കൂടുതലാണ് നമ്മൾ തന്നെ റെഡിയാക്കിയിട്ട് അത് കാണാൻ നല്ല ഭംഗിയിൽ ഇങ്ങനെ ഇരിക്കുന്ന കഴിയുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമല്ലേ. പുൽക്കൂടാണെങ്കിൽ അതുപോലെ തന്നെ നമ്മൾ റെഡിയാക്കി എടുത്തതാണ്. പുൽക്കൂട്ടിലാണെങ്കിൽ ഈ ഒരു ആർട്ടിഫിഷ്യൽ ഗ്രാസിൻ്റെ ഏതെങ്കിലും ഒരു ഷീറ്റ് മുകളിൽ ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ പുൽക്കൂട്ടിനകത്തും ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ അതും ഇതുപോലെ തന്നെ ബേസ് ബോർഡിൽ റെഡിയാക്കി എടുത്തതാണ്. ഒരുപാട് താമസമൊന്നും ഇല്ലാതെ തന്നെയാണ് പുൽക്കൂടും റെഡിയാക്കിയത്. പക്ഷേ ഞാൻ വീഡിയോ എടുക്കാനാണെങ്കിൽ വിട്ടുപോയി. നമുക്ക് പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാം. അധികമാണെങ്കിൽ ഡെക്കറേഷനൊന്നും കൊടുക്കാതെ തന്നെ ഉള്ളൊരു ചെറിയ പുൽക്കൂടാണ് അത് റെഡിയാക്കി എടുത്തത്. പിന്നെ അതിൻ്റെ വഴിയും കാര്യങ്ങളും മതിലും ഒക്കെയാണെങ്കിൽ നമുക്ക് റെഡിയാക്കാമെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. പിന്നെ അതൊന്നും ചെയ്യാൻ സമയം കിട്ടിയില്ല എന്ന് പറയാം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് വീഡിയോ.